അസ്സലാമു അലൈക്കും. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഖുർആൻ സദ്വചനത്തിലേക്ക് ഒരിക്കൽ കൂടി ഹൃദ്യമായ സ്വാഗതം. നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ ചർച്ച ചെയ്തത് സൂറത്തുൽ ഹുജറാത്തിലെ 11-12 വചനങ്ങളായിരുന്നു. മാനവിക ബോധവും മാന്യമായ പെരുമാറ്റവുമാണ് ആത്യന്തികമായിട്ടുള്ള ധാർമ്മിക വിജയം എന്ന് സൂചിപ്പിക്കുന്ന വചനങ്ങളായിരുന്നു നമ്മൾ ഗ്രഹിച്ചത്. ഇന്ന് ഞാൻ സൂറത്തുൽ ഫുർഖാനാണ് പരിചയപ്പെടുത്തുന്നത്. 77ഓളം വചനങ്ങളുള്ള 25-ാമത്തെ ആയത്താണ് ഈ സൂറത്തുൽ ഫുർഖാൻ. അതിൽ കാര്യമായി പരാമർശിക്കുന്ന ഒരു പ്രമേയം ദൈവത്തിൻ്റെ ഇഷ്ടദാസൻ ആരാണെന്നുള്ള ചർച്ചയാണ്. അതായത് മുത്തഖി. ഈ തഖ്വ എന്ന് ഖുർആൻ പ്രയോഗിക്കുന്നത് കേവലം ഒരു ബാഹ്യമായ വേഷഭൂഷാദികളിൽ പ്രകടനപരതയിൽ ലോകമാന്യത്തിൽ ഒതുങ്ങുന്ന കപടഭക്തിയല്ല, മനുഷ്യൻ്റെ ആന്തരികമായ വിശുദ്ധിയാണ് സത്യത്തിൽ തഖ്വ. ആ തഖ്വയുണ്ടാക്കാനാണ് വ്രതാനുഷ്ഠാനമെന്ന് ഖുർആൻ്റെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ ദൈവഭക്തിയുള്ളവരാകാൻ വേണ്ടി, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നതിനു വേണ്ടി. അപ്പോൾ ഖുർആൻ്റെ പല ഭാഗത്തും തഖ്വ എന്താണെന്ന് പഠിപ്പിക്കുന്നുണ്ട്. തഖ്വക്ക് നാനാർത്ഥങ്ങളുണ്ട്. കേവലം ഒരു ആംഗിളിൽ മാത്രമല്ല തഖ്വയെ കാണുന്നത്, സമഗ്രമായ ഒരു ആത്മീയ സമീപനമാണത്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. മുത്തഖി ആരാണ്, തഖ്വ എന്താണെന്ന് പറഞ്ഞു തരുന്ന ധാരാളം സൂക്തങ്ങളുണ്ട്. ഒരു സ്ഥലത്ത് ഇങ്ങനെ പറയുന്നു, സാരിഉ ഇലാ മഗ്ഫിറത്തിൻ വജന്ന അർളുഹസ് സമാവാതു വൽ അർദ് ഉഇദ്ദത് ലിൽ മുത്തഖീൻ. ദൈവത്തിൻ്റെ പാപമോചനത്തിലേക്ക് നിങ്ങൾ കടന്നു വരിക, സ്വർഗത്തിലേക്ക് വരിക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ, മുത്തഖീങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ സ്വർഗം, പാപമോചനം. അതിൻ്റെ അവരുടെ ഗുണവിശേഷങ്ങൾ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വല്ലറാ. വിഷമം അനുഭവിക്കുമ്പോഴും നല്ല സമയത്തും അവർ ദാനധർമ്മങ്ങൾ ചെയ്യും. ധാരാളം സൗകര്യം ഉണ്ടാകുമ്പോൾ ദാനധർമ്മങ്ങൾ ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു സാഹസമൊന്നുമല്ല. പക്ഷെ നമ്മൾ പ്രയാസം അനുഭവിക്കുമ്പോൾ നമ്മുടെ പ്രയാസം, നമ്മുടെ വിശപ്പ് മാറ്റിവെച്ചുകൊണ്ട് വളരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം മറ്റുള്ളവർക്ക് വേണ്ടി ചെലവഴിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ത്യാഗം. അവരെയാണ് മുത്തഖി എന്ന് പറയുന്നത്. അങ്ങനെ മുത്തഖിയെ പറ്റിയിട്ടുള്ള ധാരാളം വിശേഷണങ്ങളിൽ പെട്ട കാര്യമായൊരു വിശേഷണം നമുക്ക് സൂറത്തുൽ ഫുർഖാനിൽ പരിചയപ്പെടാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما والذين يبيتون لربهم سجدا وقياما. صدق الله. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. ദൈവത്തിൻ്റെ ഇഷ്ടദാസന്മാർ, യഥാർത്ഥ ഭക്തന്മാർ, അവർ യംശൂന അലൽ അർളി ഹൗന. വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അവരുടെ സഞ്ചാരം, ഭൂമിയിലൂടെയുള്ള അവരുടെ സഞ്ചാരം വിനയാന്വിതമായിരിക്കും. യംശൂന അലൽ അർളി ഹൗന. ഹൗന എന്ന് പറഞ്ഞാൽ വിനയം, താഴ്മ. വ്യാഖ്യാതാക്കൾ പറയുന്ന മറ്റ് ചില വിശേഷങ്ങളുണ്ട്. ശാന്തമായി സഞ്ചരിക്കുന്നവരാണ്. അത് കേവലം ഒരു നടത്തത്തെ സൂചിപ്പിക്കുന്നതല്ല. അവൻ്റെ നടപ്പ് ശരിയില്ല എന്ന് പറയുമല്ലോ. അപ്പോൾ ആ ജീവിതത്തിൻ്റെ കാര്യം തന്നെയാണത് പറയുന്നത്. അല്ലാതെ നടത്തം അവധാനതയോടെ മെല്ലെ നടക്കുക എന്നുള്ള അക്ഷരാർത്ഥത്തിലല്ല അത്. അതിന് വിപുലമായ അർത്ഥങ്ങളുണ്ട്. അപ്പം നമ്മുടെ ബോഡി ലാംഗ്വേജ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ യഥാർത്ഥ വിശ്വാസിയെ നമുക്ക് നിരീക്ഷിച്ചാൽ മനസ്സിലാകും, അയാൾ ബഹളങ്ങളില്ലാതെ, ആൾക്കൂട്ടങ്ങളിൽ നിന്നും ആരവങ്ങളിൽ നിന്നും ശാന്തനായി സൗമ്യനായി കടന്നു പോകുന്നവരാണ്. അതുമാത്രമല്ല, വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ.
ഇനി അവിവേകികളെ, വിവരദോഷികളെ സമീപിക്കേണ്ടി വന്നാൽ, അഭിമുഖീകരിക്കേണ്ടി വന്നാൽ, അവരോട് സംസാരിക്കേണ്ടി വന്നാൽ ഖാലൂ സലാമ എന്ന് പറഞ്ഞാൽ അവർ സമാധാനപരമായി സംസാരിച്ചു പോകും. അല്ലെങ്കിൽ ഖാലൂ സലാമ, നമ്മൾ നാടൻ ഭാഷയിൽ അവരിൽ നിന്നും എല്ലാം സ്കിപ്പായി പോകും, സലാം പറഞ്ഞുകൊണ്ട് പോകും. കാരണം അവരെടുത്ത് പെട്ടാൽ നമ്മുടെ ജീവിതം ഭൗതികമാവട്ടെ ആത്മീയമാവട്ടെ നമ്മുടെ വിലപ്പെട്ട സമയങ്ങളൊക്കെ പോകും. നമ്മൾ മോശമായി പോകും, നമ്മൾ ദുർനടപ്പുകാരായി പോകും. അതുകൊണ്ട് ദൈവത്തിൻ്റെ യഥാർത്ഥ വിശ്വാസികൾ ഭൂമിയിലൂടെ സഞ്ചരിക്കുമ്പോൾ അവർ വളരെ വിനയാന്വിതരായിരിക്കും. ഖുർആൻ്റെ പല ഭാഗത്തും പറയുന്നുണ്ട് അഹങ്കാരികളായി നടക്കുന്നവരെക്കുറിച്ച്, ധിക്കാരികളായി ഞെളിഞ്ഞു നടക്കുന്നവരെക്കുറിച്ച്, അവരുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച്, സമ്പത്തിൻ്റെ, സൗകര്യത്തിൻ്റെ, ഭരണത്തിൻ്റെ, അധികാരത്തിൻ്റെ ഒക്കെ സ്വാധീനം കൊണ്ട് മനുഷ്യനെ അടക്കി ഭരിക്കുകയും മറ്റുള്ളവരെ ഇടിച്ചു താഴ്ത്തുകയും അഹങ്കാരികളായി പോകുന്നവരെക്കുറിച്ച് ഖുർആൻ പറയുന്ന വാക്കാണിത്. അതിനുശേഷം പറയുന്നു വല്ലദീന യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ, അവർ പ്രാർത്ഥനകൾ രാത്രി പകലാക്കിക്കൊണ്ട് പ്രാർത്ഥനാനിരതമായി രാത്രിയെ ചെലവഴിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അപ്പോൾ ഇന്ന് നമുക്ക് പള്ളികൾ ധാരാളം കാണാം. ഏത് മതവിശ്വാസികളുടേതാണെങ്കിലും അമ്പലമാണെങ്കിലും ചർച്ചാണെങ്കിലും അലങ്കരിച്ച കോടിക്കണക്കിന് പള്ളികൾ നമുക്ക് കാണാം. അപ്പോൾ ഭക്തിയൊക്കെ ഒരു വ്യവസായമായി മാറുന്ന ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മാവ് നഷ്ടപ്പെട്ട കേവലം പ്രകടനങ്ങൾ. അതിലപ്പുറം ദൈവത്തെ പ്രീതിപ്പെടുത്താൻ, ദൈവത്തെ ഇഷ്ടപ്പെടാൻ, ദൈവത്തിൻ്റെ സാമീപ്യം ലഭിക്കാൻ ശാന്തമായി ഏകാഗ്രതയോടെയുള്ള പാതിരാവുകളിലുള്ള രാത്രികളിലുള്ള പ്രാർത്ഥനകളാണ് ഏറ്റവും വലിയ പുണ്യമായി ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. യബീതൂന ലിറബ്ബിഹിം സുജ്ജദൻ വഖിയാമ എന്ന് പറയുന്നുണ്ട്. സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട്, നിസ്കരിച്ചുകൊണ്ട്, നിന്നുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇരുന്നു കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടൊക്കെ കണ്ണീരൊഴുക്കിക്കൊണ്ട് അവർ ജീവിതത്തെ സഫലമാക്കുന്നവരാണ്. ഖുർആൻ്റെ മറ്റൊരു ഭാഗത്ത് പറയുന്നത് തതജാഫാ ജുനൂബുഹും അനിൽ മലാജിഅ, അവർ രാത്രി സുഖകരമായി ഉറങ്ങുന്ന പാതിരാ നേരത്ത് താനെ അവരിൽ നിന്ന് അകന്നു വരും. കിടപ്പറയിൽ നിന്ന് അവരുടെ ശരീരഭാഗം അകന്നു വരും ദൈവത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി. പ്രവാചകൻ, ഏറ്റവും വലിയ സാത്വികനായി നമ്മൾ മനസ്സിലാക്കിയ പ്രിയപ്പെട്ട പ്രവാചകൻ, രാത്രികാലങ്ങളിൽ ധാരാളം പ്രാർത്ഥിക്കുമായിരുന്നു. ഭാര്യ ആയിഷ ബീവി ചോദിക്കുന്നുണ്ട്, ദൈവത്തിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അങ്ങ് എന്തിനാണ് ഇങ്ങനെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ സമയത്ത് ഇങ്ങനെ നഷ്ടപ്പെടുത്തുന്നത്? നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് ചോദിച്ചപ്പോൾ പ്രവാചകൻ മറുപടി പറഞ്ഞത് അഫലാ അകൂന അബ്ദൻ ശക്കൂറ, ഞാൻ നന്ദിയുള്ള ദാസനാവണ്ടേ? അവൻ്റെ ശ്വാസം, അവൻ്റെ ഭക്ഷണം, അവൻ്റെ സുഖസൗകര്യങ്ങൾ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ അനുഭവങ്ങളും ആസ്വദിച്ചുകൊണ്ട് അവനെ മറന്ന ഒരു ജീവിതം നമുക്ക് പറ്റില്ല എന്ന് പ്രവാചകൻ മറുപടി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ രാത്രികാലങ്ങളിലെ പ്രാർത്ഥന വിശുദ്ധ റമദാൻ്റെ പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. രാത്രി നിസ്കാരവും പ്രാർത്ഥനയും പാശ്ചാത്തലവും. പകല് മുഴുവൻ പട്ടിണി കിടന്ന് കഷ്ടപ്പെടുമ്പോൾ രാത്രി അതിനെ ധന്യമാക്കുന്ന വിധത്തിലുള്ള പ്രാർത്ഥനകൾ. അപ്പം ഞാൻ പറഞ്ഞു വന്നത് രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഭൂമിയിലൂടെ ശാന്തരായി സഞ്ചരിക്കുന്നവർ. ശാന്തരായി വിനയത്തോടെ സഞ്ചരിക്കുന്നവർ എന്ന് പറയുമ്പോൾ എപ്പോഴും തലകുനിഞ്ഞിരുന്ന് നിസ്സാരനായി നടക്കണമെന്നല്ല. ഖലീഫ ഉമറിൻ്റെ കാലത്ത് ഒരു അനുയായി ഇങ്ങനെ വളരെ അവശനായി പോവുകയാണ്. അപ്പോൾ എന്താണ്, എനിക്ക് രോഗമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു രോഗമൊന്നുമില്ല. എന്നാൽ പിന്നെ നെഞ്ച് നിവർത്തി നടക്കൂ, ആത്മാഭിമാനത്തോടെ ആർജവത്തോടെ നടക്കൂ. അപ്പോൾ വിനയം എന്ന് പറയുന്നത് കേവലം ഒരു വിധേയത്വമല്ല, അത് ദൈവത്തെ ഓർത്തുള്ള ഉത്തമമായൊരു ഗുണമായിട്ടാണ് ഖുർആൻ പരിചയപ്പെടുത്തുന്നത്. ഭൗതികമായ സുഖാഡംബരങ്ങളിൽ മതിമറന്ന്, ദൈവത്തെ മറന്ന് മൃഗീയമായ വഴികളിലേക്ക് സഞ്ചരിച്ച് പോകുന്ന അധപ്പതിച്ച മനുഷ്യരെ നമ്മൾ അനുദിനം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഖുർആൻ അവരെ വിശേഷിപ്പിക്കുന്നത് ഉലൈക കൽ അൻആം, അവർ നാൽക്കാലികളാണ്, മൃഗങ്ങളാണ്. ബൽഹും അദൽ,
മൃഗങ്ങൾ എന്ന് മാത്രമല്ല, അതിനേക്കാൾ അധപ്പതിച്ചു പോയവരാണ് എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നുണ്ട്. സമകാലിക സംഭവങ്ങൾ നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അക്രമവും ഭീകരതയും കൊടികുത്തു വാഴുന്ന ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ശാസ്ത്ര സാങ്കേതിക പുരോഗതി എത്രയുണ്ടായിട്ടും മനുഷ്യൻ അവൻ്റെ മൂല്യബോധം കളഞ്ഞുകൊണ്ട് അക്രമകാരികളാകുന്ന ഒരു കാലത്ത് ഇത്തരം സന്ദേശങ്ങൾ ഖുർആൻ പറയുമ്പോൾ അതിന് പ്രസക്തി ഏറുകയാണ്. ആ ഖുർആൻ്റെ സന്ദേശങ്ങളാണ് വിശ്വാസികൾ സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ടത്, സ്വന്തം ജീവിതത്തിൽ പാലിച്ചുകൊണ്ട്. കാരണം ജീവിതം നശ്വരമാണെന്നുള്ള സന്ദേശം പുതിയ തലമുറക്ക് കിട്ടേണ്ടതുണ്ട്. മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയൊക്കെ ലഹരിയിൽ അവരുടെ ദിശാബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർക്ക് മാർഗനിർദ്ദേശമാവണം. മാർഗദർശനമായി ഈ വിപ്ലവത്തിൻ്റെ മാറ്റത്തിൻ്റെ വഴിയടയാളമായി ഖുർആൻ അവരെ മുന്നിൽ വെളിച്ചമായി മുന്നോട്ട് വരണം. നമ്മൾ ഈ ലോകം നശ്വരമാണെന്നുള്ള തിരിച്ചറിവാണ് പ്രവാചകൻ നിരന്തരം ഖുർആനിലൂടെ ഉണർത്തിയത്. ലൗ കാനത്തിദ്ദുന്യാ തദൂമു ലിവാഹിദി ലകാന റസൂലുള്ളാഹി ഫീഹാ മുഖല്ലദാ. ഈ ലോകത്ത് ആരും സാമ്രാജ്യങ്ങൾ കെട്ടിപ്പടുത്ത ഭരണാധികാരികൾ പോലും വെറും കൈയോടെയാണ് തിരിച്ചു പോയത്. പ്രവാചകൻ പോലും, നമ്മളേറ്റവും പവിത്രമായി പരിശുദ്ധനായി കാണുന്ന പ്രവാചകൻ പോലും ഈ നമ്മെ ലോകത്ത് വിട്ടുപോയിട്ടുണ്ട്. അപ്പോൾ അനുയായികൾ ആ പ്രവാചകൻ മുന്നോട്ട് വച്ച നശ്വരതയുടെ സന്ദേശങ്ങൾ, അനശ്വരമായ സ്വർഗലോകത്തിൻ്റെ സന്ദേശങ്ങൾ മുറുകെ പിടിക്കുക എന്നുള്ളതാണ്. ഒരു കവി ഇങ്ങനെയാണ് പാടുന്നത്: കഹാം വോ മാഹ് കൻ ആനി കഹാം തഖ് തേ സുലൈമാനി ഹോയേ സബ് ചോട് യേ ഫാനി അഗർ നാ ദാൻ ദാനാ ഹേ. ഖുർആനിൽ വളരെ വിശേഷിപ്പിച്ച ഒരു പ്രവാചകനാണ് യൂസുഫ് നബി. യൂസുഫ് നബി മികച്ച ഭരണാധികാരി എന്ന് മാത്രമല്ല, സുന്ദരനായിട്ടുള്ള ഒരു വ്യക്തി കൂടിയായിരുന്നു. കഹാം വോ മാഹ് കൻആനി, കൻആനിലെ നക്ഷത്രം എവിടെ? നിലാവിൻ്റെ അല പോലെ ശോഭിച്ചിരുന്ന യൂസുഫ് നബി എവിടെ? കഹാം തഖ്തേ സുലൈമാനി, സോളമൻ ചക്രവർത്തി സുലൈമാൻ നബിയുടെ സിംഹാസനം എവിടെ? സുലൈമാൻ നബിയെപ്പറ്റി ഖുർആനിലും ബൈബിളിലും ഒക്കെ പറയുന്നത് ലോകത്തെ നിയന്ത്രിച്ച ചക്രവർത്തി എന്നാണ്. ഹൊയേ സബ് ചോട് ഏഫാനി, എല്ലാം നശിച്ചു പോയില്ലേ? അപ്പം നശ്വരതയുടെ സന്ദേശമാണ്, നന്മയുടെ സന്ദേശമാണ് ഖുർആൻ നമുക്ക് മുന്നോട്ട് വെക്കുന്നത്. ഭൗതികമായ എല്ലാ സുഖ ആഡംബരങ്ങളിൽ നിന്നും ദുർമേധസ്സിൽ നിന്നും മുക്തി നേടി പവിത്രമായ ആത്മാവുമായി മുന്നോട്ട് പോകുന്ന ഒരു ജനസഞ്ചയമാണ്, വിശ്വാസികളെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഖുർആൻ ആ സന്ദേശങ്ങളാണ് നമുക്ക് പകർന്നു തരുന്നത്. സൂറത്തുൽ ഫുർഖാനിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെല്ലാം സൂചിപ്പിക്കുന്നതും അത് തന്നെയാണ്. വല്ലദീന യഖൂലൂന റബ്ബന സ്രിഫ് അന്നാ അദാബ ജഹന്നം ഇന്ന അദാബഹാ കാന ഗറാമ. ഈ ലോകത്ത് തെറ്റുകളും കുറ്റങ്ങളും ആക്രമണങ്ങളും നടത്തിയവർക്ക് ഗുരുതരമായ ശിക്ഷ പരലോകത്ത് നേരിടാനുണ്ട് എന്നുള്ള മുന്നറിയിപ്പും കൂടി വിശുദ്ധ ഖുർആൻ നൽകുന്നുണ്ട്. അപ്പോൾ വിശുദ്ധ ഖുർആൻ സുവിശേഷമാണ്, അതേസമയത്ത് മുന്നറിയിപ്പ് കൂടിയാണ്, താക്കീത് കൂടിയാണ്. മനുഷ്യൻ വഴി തെറ്റിപ്പോകുമ്പോൾ നേർവഴിയിലേക്ക് ആനയിക്കുന്ന ഈ വെളിച്ചത്തിൻ്റെ ശോഭ ആസ്വദിക്കാൻ നമുക്ക് കഴിയട്ടെ, അതിൻ്റെ തണൽ അനുഭവിക്കാൻ കഴിയട്ടെ. അതിലൂടെ നമുക്ക് പാപമോചനവും ദൈവപ്രീതിയും ലഭിക്കുമാറാവട്ടെ. മറ്റൊരു വിഷയവുമായി, മറ്റൊരു അധ്യായവുമായി നാളെ വീണ്ടും കാണുന്നതുവരെ മഅസ്സലാം.